2023 മാധ്യമ പുരസ്കാരങ്ങളിൽ അച്ചടി വിഭാഗം വികസനോന്മുഖ റിപ്പോർട്ടിംഗിൽ ജേതാവായ മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ ആൻഡ് എൻവയൺമെന്റൽ ജേർണലിസ്റ്റ് ശ്രീ വർഗീസ് സി തോമസ് സാറിനെ ടോക്കിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സെലിബ്രൻറ്റ്സ് ആയ കുര്യൻ സാറും റബേക്കാമ്മയും, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാനും ചുരുങ്ങിയ വാക്കുകളെ എടുക്കുകയുള്ളൂ. പ്രിയപ്പെട്ട പുനലൂർ സോമരാജൻ സാർ, വർഗീസ് മാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ സദസ്സിലുണ്ട്. അതിലേറെ വിശിഷ്ടരായ വ്യക്തികൾ നമ്മളെ ഇപ്പോൾ തൽക്കാലം അവരുടെ ധൃതിയുള്ളതുകൊണ്ട് അവർ പോയി. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഓൾഡ് ഏജിനെ വളരെയധികം താല്പര്യത്തോടെ നിരീക്ഷിക്കുന്ന ഒരാൾ, അതുപോലെ തന്നെ കൃഷിയും എനിക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ്. ഇവിടെ ബിന്ദുവും ബിജോയും ഒക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു അവസരം എന്തുകൊണ്ടും വളരെയധികം നമുക്ക് മാതൃകാപരമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ല പോലുള്ള നമ്മുടെ ജില്ലയിൽ, ഈ പ്രദേശത്ത് ജനസംഖ്യയിൽ പ്രായമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പം നമുക്ക് എന്തുകൊണ്ട് ഇത്തരം നമ്മുടെ പ്രായമുള്ളവരെ കുറച്ചുകൂടി പരിഗണിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യഥാർത്ഥത്തിൽ കുര്യൻ സാറിൻ്റെ ജീവിതത്തേക്കാൾ ഉപരി ഇന്ന് ആഘോഷിക്കേണ്ടതിരുന്നത് റബേക്കാമ്മയുടെ ജീവിതമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി. പലപ്പോഴും വിമൻ എംപവർമെൻറ്റ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും, അത് തീർച്ചയായിട്ടും ബിജോയൊക്കെ അത് നടത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാം. 1950കളിലൊക്കെ വിമാനത്തിലൊക്കെ കയറി സൗദി അറേബ്യയിലൊക്കെ പോയി അറാംകോ പോലുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് ഇത്രയും പ്രഗത്ഭയായ ഒരാൾ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇവിടെ വന്ന് ഇരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്, കുര്യൻ സാറ് അവസാനം നമ്മളെല്ലാം ഒരു കണ്ണീർ മഴയിൽ ആക്കി, അല്ലേ? അദ്ദേഹം പൊട്ടിക്കരയുന്ന കണ്ടപ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞുപോയി. എൻ്റെയും പൂർവികരെ, എൻ്റെയും മാതാപിതാക്കൾ രണ്ടുപേരും ഇല്ല, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും, എൻ്റെയും ഒരു കെമിസ്ട്രി എന്നതിന് വേണേൽ പറയാം, ഒരു രസതന്ത്രം ഇവിടെ അദ്ദേഹം ഉണർത്തി വിട്ടു എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. ശ്രീ പി കെ കുര്യൻ്റെ ജീവിതത്തെ ഞാനത് പറയേണ്ട ഒരു വേദി അല്ലെങ്കിൽ പോലും, ഞാൻ ഒരു അക്കാഡമിക് താല്പര്യമുള്ളതുകൊണ്ട്, വൈസ് ചാൻസലറൊക്കെ ഉണ്ടായിരുന്നൊരു വേദി ആയതുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയതാണ്. പി കെ കുര്യൻ ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നെനിക്ക് തോന്നുന്നു, ഒരു സർവകലാശാലയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്ന് പഠിക്കാവുന്നത്? മൈഗ്രേഷൻ ഉണ്ട്, അതായത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി ജോലി തേടിയ കാര്യങ്ങളുണ്ട്, അനുഭവ പരിചയമുണ്ട്, കൃഷിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യമുണ്ട്, അനുഭവ പരിജ്ഞാനമുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം നമുക്ക് എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും ആരോഗ്യത്തോടെ ഇരുന്നു എന്നുള്ളതിൻ്റെ ഒരു രഹസ്യമാണ് വെളിപ്പെടുന്നത്. അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. ബോംബെയിൽ ഭാര്യയുടെയും ബന്ധുക്കളുടെയൊക്കെ നിർബന്ധപ്രകാരം ജോലിക്ക് പോയെങ്കിലും അദ്ദേഹം തൻ്റെ താല്പര്യ മേഖല തിരിച്ചറിഞ്ഞ് കവിയൂർ മേഖലയിലേക്ക്, അല്ലെങ്കിൽ കവിയൂർ പുഞ്ചയുടെ ഈ ഒരു ഭൂമികയിലേക്ക് തിരികെ വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ലഹരി ഇതായിരുന്നു. അദ്ദേഹം ലഹരി കഴിച്ച കാര്യമൊക്കെ, ഒരു ദിവസം കഴിച്ച കാര്യമൊക്കെ പറഞ്ഞു സത്യസന്ധമായി തുറന്നു പറഞ്ഞു. അതും വളരെ സന്തോഷമാണ്. അദ്ദേഹം തിരിച്ചിങ്ങി പോരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലഹരി കൃഷിയായി മാറിയതിൻ്റെ കാരണം ഈ മണ്ണിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഭിമുഖ്യമാണ് എന്നുള്ളതാണ്. മണ്ണ് ഒരിക്കലും നമ്മളെ ചതിക്കുന്ന ഒന്നല്ല, പക്ഷേ നമ്മൾ മണ്ണിനെ കരുതാതെ പോകുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ മണ്ണ് ഒരു ജീവിയാണ് എന്നുള്ളൊരു അനുഭവം കൂടി അവിടെ വരികയാണ്. അപ്പോൾ ആ സർവകലാശാലയിൽ നിന്നും അദ്ദേഹം MSW പഠിച്ച ആളാണ്. തേവര കോളേജിൽ 1950കളിൽ MSW പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഒരു കളക്ടർ വരെ ആകാനുള്ള യോഗ്യതയുള്ള, എന്തുകൊണ്ടും സ്വാതന്ത്ര്യാനന്തര കാലയിൽ നെഹ്റുവിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു ഓഫീസറൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം ആകാനുള്ള, അതൊരു മോശമാണെന്നോ അല്ല ഇത് തെറ്റാണെന്നോ ഒന്നുമല്ല, അദ്ദേഹം കൃഷി തന്നെ തിരഞ്ഞെടുത്തത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്യുന്നു. പുനലൂർ സോമരാജൻ സാർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ആശ്രമം, അദ്ദേഹത്തിൻ്റെ ആ അന്തേവാസികൾ താമസിക്കുന്ന സ്ഥലം പോയി ഒന്ന് കാണണം. ഒരു 2000 പേരേലും ഇപ്പോൾ കാണും, അല്ലേ? അദ്ദേഹം അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? എൻ്റെ അടുത്ത സുഹൃത്താണ് കൊട്ടാരക്കരയിലെ ജോസ് കലേബരം. അവരൊക്കെ പ്രായമുള്ളവരെ ഉപേക്ഷിക്കപ്പെട്ട് വളരെ VIPs ആയിട്ടുള്ള പല ആളുകളും അവിടെ ഉണ്ടെന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന. പക്ഷേ ഞാനിപ്പോൾ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്. എൻ്റെ ഏജിലൊക്കെ ഉള്ളവർ, ഞങ്ങൾ പഴയ സ്റ്റുഡൻസിലൊക്കെ ഒത്തുകൂടുമ്പം പറയും, എടാ മോനെ നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് കഴിയണം. അവർ ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട്, എല്ലാവരും പറയും, എടാ പ്രായമൊക്കെ ആകുക, പിള്ളേരൊന്നും ഇവിടെ ഇല്ല, അവർക്കൊന്നും നമ്മളോട് ഒരു പഴയ ഒരു ഇമ്പമൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് കൂടണം, താമസിക്കണമെന്നൊക്കെ. അപ്പോൾ ഡൽഹിയിലൊക്കെ ഞാൻ പലപ്പോഴും പോകുമ്പോൾ കാണാറുണ്ട്, ഓൾഡ് ഏജ് ഹോമുകൾ തന്നെ പട്ടാളക്കാരുടെയും അല്ലെങ്കിൽ നല്ല നല്ല ആർമി ഓഫീസർമാർ നല്ല രീതിയിൽ അവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊണ്ട് അവർ നന്നായി ജീവിച്ച് പോകുന്നുണ്ട്. അപ്പം നമുക്കൊരു ഓൾഡ് ഏജിനുള്ള ഒരു വലിയൊരു മാതൃക, അപ്പോൾ ഒരു ഡോക്യുമെൻ്ററിയും കൂടി ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു തലങ്ങൾ മനസ്സിലായത്. മനോഹരമായ ആ ചിത്രം എടുത്തിട്ടുണ്ട്. ആദ്യ ഭാഗം ഞാൻ പ്രത്യേകിച്ചും എനിക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ആ ക്യാമറയൊക്കെ പോയപ്പോൾ നമുക്ക് തന്നെ ഒരു സിനിമ കാണുന്ന ബ്ലസ്സി സാറിൻ്റെയൊക്കെ ഒരു ബ്ലെസ്സിങ്ങും കൂടെ ഒക്കെ വന്നപ്പം വളരെ ഒരു രസകരമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ഹാപ്പി നേഷൻ, അല്ലെ ഒരു ആളോഹരി ആനന്ദമുള്ള ഒരു രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ
നമുക്കിതിൽ ഒക്കെ വരാം എന്നുള്ള ഒരു സംഭവം എനിക്ക് തോന്നുകയും ചെയ്തു. ഒരു ചരിത്രബോധമുള്ളവരായിരുന്നു ഇവരൊക്കെ എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ ആ കുഞ്ഞു ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു 4 തലമുറയുടെ ഫോട്ടോ കഷ്ടിച്ചാണ് എനിക്കൊന്ന് കിട്ടിയത്. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഫോട്ടോ ഞങ്ങൾ എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചെടുക്കുകയായിരുന്നു. എവിടെ നിന്നൊക്കെയോ 1952 കണ്ടെടുത്തൊരു കുടുംബയോഗ ഫോട്ടോയിൽ നിന്നാണ്. ഇവർ പക്ഷേ അതെല്ലാം കൃത്യമായി ആൽബത്തിൽ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് ഇവരുടെ ഉള്ളിലെ ഒരു ഹിസ്റ്ററി പ്രൊഫസറെയാണ് കാണിക്കുന്നത്. ചരിത്രബോധമുള്ള ഒരു വരും തലമുറയ്ക്ക് ഒരു ബലമായി നിൽക്കാനുള്ള ഒരു അവബോധം അതിനകത്തുനിന്ന് വന്നു എന്നുള്ളതാണ്. ഞാൻ ബിജോ എന്നെ ഇതിനു വേണ്ടി വിളിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചിയിൽ തറവാട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ ആ നിർമ്മിതിയുടെ പോയി ഞാൻ കണ്ടില്ല, തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ ഒന്ന് പോയി കാണും. ഞാൻ അത്രയ്ക്ക് രസകരമായിട്ടുള്ളൊരു തറവാടാണത്. അത് കാറ്റിറങ്ങി പോകുന്ന ഇപ്പോഴത്തെ കോൺക്രീറ്റ് കൊണ്ട് മാത്രമുള്ളൊരു നിർമ്മിതിയല്ല. അപ്പം അതിനെ നിലനിർത്താനുള്ള ഒരു കാർഷിക പാരമ്പര്യത്തിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ അതിനകത്ത് നമുക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരു കഥയൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കൂട്ടത്തിൽ റയൻ കുര്യൻ കുരുവിളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു കൊച്ചുമകനാണ്, പക്ഷെ അവൻ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. എനിക്ക് വളരെ അഭിമാനം തോന്നി. 90 വയസ്സ് എന്നൊരു നിക്കറിട്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക്, പക്ഷേ പുതിയ കാലത്തിൻ്റെ ആയിരിക്കും, എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഞാൻ വീട്ടിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്ന ആളാണ്. കഴിവതും മുണ്ട് എനിക്ക് ഭയങ്കര, അതൊന്നും വേണമെന്നല്ല, നൊസ്റ്റാൾജിയ പറയുകയല്ല. റയൻ കുര്യൻ കുരുവിള മുണ്ടുടുത്തതിനെ പ്രത്യേകം ആ വല്യപ്പച്ചൻ്റെ ഒരു അനുഗ്രഹം ഞാനായിട്ട് അവന് കൊടുക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം, പ്രത്യേകിച്ച് ഓണക്കാലത്ത് ഒക്കെ വരുമ്പം അപ്പോഴാണ് എൻ്റെ ഓർമ്മ വീണ്ടും എൻ്റെ മുത്തശ്ശനിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 100 വാഴക്കൊലയൊക്കെ അന്ന് വെക്കുമായിരുന്നു. അപ്പം പുരയിടത്തിൻ്റെ മൂലയ്ക്ക് 2 കൊലയൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹം അവിടെ നിർത്തിയിട്ട് ലാസ്റ്റ് മുഴുവൻ വെട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ചില കായൊക്കെ ഇങ്ങനെ ഞങ്ങൾ എന്തോ ഞർക്കിയിലെന്നൊക്കെ പറഞ്ഞ് പോവാല, അത് വന്ന് തിന്നുമ്പം പറയും 2 ദിവസം കഴിഞ്ഞ് വെട്ടാം, അവിടെ നിൽക്കട്ടെ. പിന്നീടാണ് എനിക്ക് അടുത്ത കാലത്ത് ഞാൻ ലോകാരോഗ്യ സംഘടനയിലൊക്കെ പോയി ചില ട്രെയിനിങ് കോഴ്സിന് പങ്കെടുത്തപ്പോഴാണ് അദ്ദേഹം ചെയ്തത് വലിയൊരു പ്രവൃത്തിയാണ്. അതായത് ഈ വവ്വാലിന് കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ അതിന് ആന്തരിക സമ്മർദ്ദം കൂടിയിട്ട് അത് വിസർജിക്കുന്ന മൂത്രത്തിലും ഒക്കെ അല്ലെ അതിൻ്റെ ആ വിസർജ്യങ്ങളിൽ വൈറസിൻ്റെ അളവ് കൂടിയിട്ട് അവസാനം നിപ്പ വൈറസ് കോഴിക്കോട്ട് പൊട്ടിപ്പുറപ്പെട്ടു, അതിഭയങ്കര മാരക രോഗമെന്ന് പറയുമ്പം അത് ഒഴിവാക്കാൻ 1960 എൻ്റെ മുത്തശ്ശൻ എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികരെ കാണിച്ച ആ ദൂരക്കാഴ്ച, അതൊക്കെ ഒരു കർഷകന് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ഒരു പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെയാണ് ബിജോയൊക്കെ അല്ലെ നമ്മുടെ സംവിധായകർ ഇദ്ദേഹത്തിൽ നിന്നും ഊറ്റിയെടുക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ആയുസൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 10 വർഷം സുഖമായിട്ടുള്ളൂ, സെഞ്ചുറി അടിക്കും. ആ 10 വർഷം കൊണ്ട് കൃഷിയുടെ ഒരു പുസ്തകം അങ്ങ് രചിക്കണം. കൃഷിയുടെ അനുഭവങ്ങൾ, എന്തുകൊണ്ടാണ് ഇപ്പം കൃഷി നടക്കാത്തത്, അല്ലെങ്കിൽ കൃഷി പരാജയമാണെന്ന് പറയുന്നത്, മാർക്കറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അടുത്ത ഓരോ ഓണക്കാലവും നമുക്ക് ഒരു സംഭവമായിട്ട് എടുക്കണം. കവിയൂർ പുഞ്ച ഞാൻ വളരെയധികം താല്പര്യത്തോടെ നിരീക്ഷിക്കുന്നതാണ്. കവിയൂർ പുഞ്ച 7 12 മുടികളാണ് അതിനുള്ള, ഒരു നക്ഷത്രം വീണ് കിടക്കുന്ന പോലെയാണ്. അതിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ടോപ്പോഗ്രാഫിക് പിക്ചർ എടുത്താൽ വിജയൊക്കെ ഒന്ന് ശ്രമിക്കണം. അതിനൊരു മുഖങ്ങളെല്ലാം കാണാം. എൻ്റെ വീട്ടിൽ, ഞാൻ കിഴക്കമുത്തൂറാണ് താമസിക്കുന്നത്, എൻ്റെ അടുക്ക അയൽക്കാരും ബന്ധുക്കളും പരിചയക്കാരുമായി സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാവരും എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട്. ആ കവിയൂർ പുഞ്ചയിലെ എവിടെ നിന്നോ വരുന്നൊരു വെള്ളമാണ്. അത് നികത്താനോ ഇല്ലാതാക്കാനോ നമ്മൾ ശ്രമിക്കുമ്പം അതിൻ്റെ ആ ജലപാതയുടെ ആ മാർഗം അടയ്ക്കപ്പെടുമ്പം എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് പായിപ്പാട് വരെ ഒരു 25-30 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ ഒരു 40 വർഷം മുമ്പ് വരെ ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്ന് വള്ളത്തിൽ കുറ്റപ്പുഴ തോട്ടിലൊക്കെ കൂടെ വെള്ളം വന്നിരുന്ന ഒരു കാലമുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊന്നും നൊസ്റ്റാൾജിയ പറയുകയല്ല, തീർച്ചയായിട്ടും വാഹനങ്ങൾ വന്ന് വേഗത്തിൽ നീങ്ങിക്കോട്ടെ. ഒപ്പം ഇത്തരം പ്രകൃതിയുടെ ചില അടരുകൾ അല്ലെ ആ അനുഭവ തലങ്ങൾ കൂടി നമ്മൾ കൊണ്ടുപോകണം എന്നുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു മൊത്തത്തിലൊരു ചിന്തയ്ക്ക് വേണ്ടി ഒരു പോയിൻ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ എൻ്റെ ഒറിജിനൽ കുടുംബം കുറിയന്നൂരാണ്. അവിടെ ഇപ്പോൾ ഞങ്ങളുടെ ലാൻഡൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം വാടകയ്ക്കും ഒക്കെ കൊടുത്ത് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബയോഗങ്ങളായിട്ടൊക്കെ നമ്മൾ കൂടാറുണ്ട്, പള്ളിയായിട്ട് കൂടാറുണ്ട്, ക്ഷേത്ര സമിതികൾ കൂടാറുണ്ട്. ഇവരെല്ലാം ഈ ലാൻഡ് ബാങ്ക് ഒന്ന് ഏർപ്പെടുത്തിയിട്ട്, ഒരു ലാൻഡ് ബാങ്ക്, ഇപ്പം നമ്മുടെ വസ്തു വേണ്ട എന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു അതോറിറ്റിയെ കൊടുത്തുകൊണ്ട് ഇതുപോലൊരു സദസ്സൊക്കെ വന്നിട്ട് അത്തരം കാര്യങ്ങൾ കൂടി ഒരു ലാൻഡ് ബാങ്ക്, അത് ഒന്നീ ചർച്ചിന് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ സമിതികൾക്ക് ഏറ്റെടുക്കാം, കാർഷിക സമിതികൾക്ക് ഏറ്റെടുക്കാം. അവരൊക്കെ കൂടെ ചേർന്ന് ഇത്തരം കർഷകരുടെ ചില അനുഭവങ്ങൾ കൂടി കൊണ്ടുപോയി ഒരു ലാൻഡ് ബാങ്ക് സംസ്കാരം കൂടി നമുക്ക് കൊണ്ടുവന്നാൽ ഇപ്പോഴത്തെ ഈ മൈഗ്രേഷൻ്റെ പ്രശ്നം, ഇപ്പോൾ പുതിയ ജനസംഖ്യ കണക്കെടുപ്പ് വരുമ്പം പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചു വരികയും കൊച്ചുകുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയും വരുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ചില പോളിസി ഡിസ്കഷൻസിലൊക്കെ ചൈനയിൽ പോലും ഇപ്പം പറയാറുണ്ട്, 2 കുട്ടികളിൽ നിർത്തണ്ട, നിങ്ങൾ 3 കുട്ടികളും 4 കുട്ടികളും ഒക്കെ ആയിക്കോട്ടെ. അതിലും ബിജോയൊക്കെ ഒരു നല്ല മാതൃകയാണ്. അവർക്ക് കൊച്ചുമക്കളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു 8-9 പേരോളം ഉണ്ട്. അതും സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഭൂമിയിലെ നമ്മുടെ ആ ഒരു നന്മ നമുക്ക് കൂടുതലായി മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി ഒരുപാട് ചാരിറ്റിയൊക്കെ ഈ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം നന്മയായി പ്രകാശിക്കട്ടെ. ചുറ്റുപാടുകൾക്ക് വസന്തം ചൊരിഞ്ഞ ഈ 2 ധന്യജന്മങ്ങളെ അവരെ ദീർഘായുസ് കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവസരം തന്നിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കും. പത്തനാപുരം കല്ലടയാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഗാന്ധി ഭവൻ.
ഡോക്ടർ പുനലൂർ സോമരാജൻ എന്ന വ്യക്തിയുടെ ജീവകാരുണ്യ ചിന്തയിൽ നിന്നാണ് ഗാന്ധി ഭവൻ എന്ന പ്രസ്ഥാനം നാമ്പെടുത്തത്. 1500ഓളം അഗതികൾ, അശരണർ, അവഗണിക്കപ്പെട്ടവർ, അനാഥർ, രോഗികൾ ഇവിടെ ഗാന്ധി ഭവനിൽ താമസിക്കുന്നു. ഇപ്പോൾ ഗാന്ധി ഭവൻ്റെ ഫൗണ്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ സാറിനെ വേദിയിലേക്ക് തൻ്റെ ഇപ്പോൾ ആശംസ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പി കെ കുര്യൻ സാറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും, അഭിയന്തരായ വൈദിക ശ്രേഷ്ഠന്മാർ, ആദരണീയരായ ഗുരുജനങ്ങൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഹൃദയവന്ദനം. ആദ്യമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന ഗാന്ധി ഭവൻ കുടുംബാംഗങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇനിയും ദീർഘായുസ്സോടെ ഇവിടെ വർഗീസ് തോമസ് സാറ് പറഞ്ഞതുപോലെ ഒരു 100 വയസ്സ് പൂർത്തിയാകുന്നത് വരെ എങ്കിലും സമ്പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഈ തങ്കച്ചായനും റബാക്ക അമ്മയും ഒരുപാട് സന്തോഷം അനുഭവിച്ച് ജീവിക്കട്ടെ എന്ന് അവിടുത്തെ 1500 കുടുംബാംഗങ്ങൾ എന്നോടൊപ്പം വസിക്കുന്നവർ ആ പ്രാർത്ഥന തന്നുവിട്ടിട്ടുണ്ട്. അത് ഞാൻ രണ്ടുപേരുടെയും പാദത്തിൽ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഓർക്കുന്നത്, പ്രായമായവർ ഉപേക്ഷിക്കപ്പെടുന്നൊരു കാലം, പാഴ്വസ്തുക്കൾ പോലെ വലിച്ചെറിയുന്ന, എൻ്റെ കുടുംബത്തിലെ ഭൂരിപക്ഷവും 100 കണക്കിന് ആളുകൾ ആർക്കും വേണ്ടാത്തവരാണ്. സ്വന്തം മക്കൾ, സമൂഹത്തിൽ വിലയും നിലയും സമ്പത്തും ഒക്കെ ഉള്ള ഒരിടം മാതാപിതാക്കളുമുണ്ട്. അവർ സങ്കടപ്പെട്ട് ഓടി വരുന്ന കാഴ്ച ഓരോ ദിവസവും കാണുമ്പോൾ ഹൃദയ കണ്ണുകൾ നിറയും. പുറമേ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഉള്ളിലെ കണ്ണ് നിറയാറുണ്ട്. ഇവിടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ചേർന്ന് ഈ ആദരണീയ മാതാപിതാക്കളെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരുടെ മഹത്വം ഉയർത്തി കാണിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ചിന്തിച്ചത്, പി കെ കുര്യൻ എന്ന ആ മനുഷ്യസ്നേഹി, ഇവിടെ വർഗീസ് തോമസ് സാർ പറഞ്ഞതുപോലെ അദ്ദേഹം 50 കാലഘട്ടത്തിൽ മാസ്റ്റർ ബിരുദം നേടി സാമൂഹ്യ സേവനത്തിൽ. ഒരുപക്ഷേ ആ കാലത്ത് അദ്ദേഹം കയറിയിരുന്നെങ്കിൽ കളക്ടർ വരെ ആകാമെന്നാണ് വർഗീസ് സാർ പറഞ്ഞത്. പക്ഷേ ചീഫ് സെക്രട്ടറി വരെ ആകാൻ കഴിഞ്ഞേനെ. ആ കാലത്ത് മണ്ണിനെ സ്നേഹിച്ച്, സകല ജീവജാലങ്ങളെ സ്നേഹിച്ച്, മനുഷ്യരെ സ്നേഹിച്ച്, അതിൻ്റെ ദൈവം നൽകിയ അനുഗ്രഹമാണ് ഈ മക്കൾ ഇത്രയും കരുതൽ നൽകുന്നത്. നല്ല മക്കൾ, സ്നേഹമുള്ള മക്കൾ, നല്ല മരുമക്കൾ, നല്ല കുഞ്ഞുമക്കൾ. ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്ത് ജീവിതത്തിൽ ഏറ്റവും മഹാഭാഗ്യമെന്ന് ഞാൻ കരുതുകയാണ്. മക്കളുടെ ഉപദ്രവം, കൊച്ചുമക്കളുടെ ഉപദ്രവം, മരുമക്കളുടെ പീഡനം, ഇതൊക്കെ സഹിച്ചിട്ട് വരുന്ന ഓരോ പ്രായമുള്ളവരും പറയും, ഒരിറ്റ് സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ ആഹാരം ഒരു വിഷയമല്ല, തറയിൽ കിടക്കാൻ ഒരു പുൽപ്പ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നില്ല എന്ന് പറയുന്ന ഈ കാലത്ത് ഈ മക്കളെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിലെ മുഴുവൻ ആദരവുകളും ആ മക്കൾക്ക് വേണ്ടി ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഇത് സമൂഹത്തിന് മാതൃകയാണ്. സമൂഹം ഇത് കണ്ടു പഠിക്കണം. മാതാപിതാക്കളെ എങ്ങനെ കരുതണം. കെയർ ടേക്കർമാരെ വയ്ക്കുന്നു, ഡ്രൈവറെ വയ്ക്കുന്നു, സമൃദ്ധമായ ആഹാരം കൊടുക്കുന്നു, വിദേശത്താണെങ്കിലും അടിക്കടി ഓടി വരുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. അതുമല്ല, നവതി ആഘോഷം, നാട്ടിലെ ഏറ്റവും വിശേഷപ്പെട്ട
കുടുംബാംഗങ്ങളെല്ലാം കൂടി ചേർന്ന് നവതി ആഘോഷം നടത്തുന്നു. ഈ കുടുംബത്തിൻ്റെ നന്മ ഈ കൊച്ചുമക്കൾ ഇവിടെ പാടിയ പാട്ടിൽ നമുക്ക് മനസ്സിലാകും. ആ ഒരുമ, സ്നേഹം, അവരുടെ സ്വരത്തിൻ്റെ ആ മധുരം, അത് ഹൃദയത്തിൽ നിന്നുള്ളതാണ്. അത് പുതിയ കാലഘട്ടത്തിന് ഈ മക്കൾ കാഴ്ചവെക്കുന്ന വലിയ സമ്മാനമാണ്. എനിക്ക് ഈ കുടുംബവുമായുള്ള ബന്ധം ശ്രീ ബിജോ കുരുവിള കുര്യൻ വളരെ യാദൃച്ഛികമായിട്ടാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അത് ലണ്ടനിൽ വെച്ചാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കെന്തോ ഒരു പൂർവ്വബന്ധമുള്ള ഒരു തോന്നലുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പം തന്നെ ആലിംഗനം ചെയ്തു. അദ്ദേഹം എന്നെ തിരിച്ചു. പിന്നീട് ഞങ്ങൾ സുഹൃത്തുക്കളായി, പിന്നെ സഹോദരങ്ങളായി, ഒരമ്മ പെറ്റ മക്കളെ പോലെയായി. ലണ്ടനിലെല്ലാം അദ്ദേഹം എന്നെ കുറേ കൊണ്ടു നടന്നു. പിന്നീട് അദ്ദേഹം ഓരോ തവണ നാട്ടിൽ വരുമ്പോഴും ഗാന്ധി ഭവനിൽ വരും. ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹവും സഹധർമ്മിണിയും മക്കളും കൂടി ഗാന്ധി ഭവനിൽ വന്നു. അടുത്ത അച്ഛനമ്മമാരെ എല്ലാം കണ്ടു. ഗാന്ധി ഭവൻ്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹായമെത്തും. ഇത് മാതാപിതാക്കളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. എന്നെ വിളിക്കും, ആഴ്ചയിലൊരിക്കൽ ഒന്നുകിൽ എന്നെയോ അല്ലെങ്കിൽ ഞാനോ അദ്ദേഹത്തെ വിളിക്കും. വിളിക്കുമ്പോൾ അദ്ദേഹം അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും നന്മകളെപ്പറ്റി, അവരുടെ ആരോഗ്യത്തെപ്പറ്റി ഒക്കെയാണ് സംസാരിക്കുന്നത്. എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. വർഗീസ് തോമസ് സാറ് വളരെ ലളിത മനോഹരമായ ഒരു സർവ്വ വിജ്ഞാന പ്രഭാഷണമാണ് ഇവിടെ നടത്തിയത് കുറഞ്ഞ സമയം കൊണ്ട്. ഈ അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും വർഗീസ് സാറും കൂടെ ഒരു 90-ാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി. കുറച്ചാളുകൾ കൂടി ഒരു കൊച്ചു ഹാളിലാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അത് സംഘടിപ്പിച്ചത് അതിവേഗത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന കാർട്ടൂണിസ്റ്റ്, വരവേഗ കാർട്ടൂണിസ്റ്റ് ജിതേഷ് സിയുടെ ഹരിതാശ്രമം സംഘടിപ്പിച്ച ഒരു ജന്മദിനാഘോഷമാണ്. അഭിയന്തനായ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലെമ്മീസ് തിരുമേനിയുടെ ആ 90-ാം പിറന്നാൾ മാരാമണ്ണിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചായിരുന്നു, ബിഷപ്പ് ഹൗസിൽ വെച്ചായിരുന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹവും കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ്, മണ്ണിനെ സ്നേഹിക്കുന്ന ആളാണ്, ജീവജാലങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. അതേ കർമ്മമാണ് ഈ 90-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ മഹാനായ മനുഷ്യൻ എല്ലാവരെയും പ്രിയപ്പെട്ട തങ്കച്ചായൻ ചെയ്യുന്നത്. അതിന് ദൈവം നൽകുന്ന സമ്മാനങ്ങളാണിത്. എന്തായാലും ശരി, വലിയ സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഈ ഇടയ്ക്ക് ചെല്ലുന്ന എല്ലായിടത്തും കാണും നമ്മുടെ മാമൻ സാറിനെ, വർഗീസ് മാമൻ സാറിനെ. ഈ അടുത്ത കാലത്ത് കൊല്ലം, പത്തനംതിട്ടയിൽ ഏത് ചടങ്ങ് ചെന്നാലും അദ്ദേഹം അവിടെയുണ്ട്. അതേപോലെ ലണ്ടനിൽ കണ്ട പ്രിയ സഹോദരി ഷിനു മാത്യു, അവരെയൊക്കെ ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെയും ഗാന്ധി ഭവൻ്റെയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമസ്കാരം. കുര്യൻസ് നവതി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുന്നു. ഈ ട്രസ്റ്റിലൂടെ ചികിത്സ, പഠനം, ഭവന നിർമ്മാണം, വിവാഹ സഹായം തുടങ്ങിയ ആവശ്യങ്ങളിലുള്ള യോഗ്യരായവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി സഹായം നൽകുന്നതിനായിട്ടാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആമുഖം ആയി സംസാരിക്കാൻ അതിൻ്റെ ചെയർമാൻ ബിജോ കുരുവിളെ ക്ഷണിക്കുന്നു. സമയം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇവിടെ പറഞ്ഞതുപോലെ കുര്യൻസ് നവതി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രിയപ്പെട്ട പിതാവിൻ്റെ നവതിയെ ആയുസ്സുള്ളിടത്തോളം കാലം ഓർക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി ആണ് ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. അശരണർക്കും മാലമ്പർക്കും ചികിത്സാ സഹായം, ഭവനം, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലുള്ള ആളുകൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരണത്തിൽ ഈ ഒരു സമയത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ കൂടി ഇപ്പോൾ പ്രിയപ്പെട്ട ഗാന്ധി ഭവനിൽ നമ്മുടെ സോവരാൻ സാർ പറഞ്ഞു 1500 പേരാണ് അവിടെ താമസിക്കുന്നത്. പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ നമ്മൾക്ക് ഈസിയായിട്ട് തോന്നി. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയി 1500 പേർക്ക് അഭയം കൊടുക്കുക ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ തോന്നിയ ചെറിയ പ്രാരംഭമായി. ഞാൻ
10-20 കൊല്ലങ്ങൾക്ക് മുകളിൽ ചെല്ലുമ്പോൾ ചെറിയൊരു സ്ഥാപനമായി തുടങ്ങിയത് ഇന്ന് ബഹുമാനപ്പെട്ട യൂസഫ് അലി സാർ അവിടെ 15 കോടി രൂപ ചെലവിൽ പുരുഷന്മാർക്കായുള്ളൊരു വലിയ 3 നില മന്ദിരവും ഇപ്പോൾ സ്ത്രീകൾക്കായിട്ടുള്ളത് സാറേ, സ്ത്രീകൾക്കായിട്ടുള്ളത് 20 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച് നൽകുന്നു. ഇതിൻ്റെയൊക്കെയും കാരണം അനേകർക്ക്, നമ്മളിവിടെ സുഖമായി ജീവിക്കുന്നു, പ്രായമുള്ളവരും അംഗഹീനരും ആലംബരഹീനരും അനേകർ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാനും സാറും പലപ്പോഴും സംസാരിക്കും. സാറ് പറഞ്ഞു ഗാന്ധി ഭവൻ്റെ 25 ശാഖകൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുടർന്ന് പ്രവർത്തിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും അതേക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. നമുക്കും അതേപ്പറ്റി ആലോചിച്ചാലോ? ഇനിയും ഗോഡ് വില്ലിങ് സാറ് പറഞ്ഞതുപോലെ അങ്ങനെയാണ് ആ ഉദ്ദേശമെങ്കിൽ അങ്ങനെ സാധിക്കട്ടെ ഞാൻ ഓർക്കുന്നു. 90 വർഷമായി, അതുകൊണ്ട് 90 പരിപാടികൾ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് 9 ദശാംശം നമുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി. 9 പരിപാടികൾ. ദൂരെയുള്ള ആൾക്കാരെ സഹായിക്കുന്നതിനേക്കാൾ ആദ്യം ഞാൻ തുടങ്ങുന്നത് വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. കുടുംബത്തിൽ നമുക്ക് ചെയ്തു തുടങ്ങാം, പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങാം, പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങാം. ആ ചിന്തയാണ് എന്നെ ആദ്യം ഭരിച്ചത്. കുടുംബത്തിലെ സഹായം എന്ന രീതിയിൽ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയത് ഒരു അംഗത്തിന് ജർമ്മനിയിലെ നേഴ്സായിട്ട് പഠിക്കുവാൻ പോകുന്നതിന് വേണ്ടി നമ്മുടെ ഇടവാംഗമായിരിക്കുന്ന JCയുടെ നേതൃത്വം നടത്തപ്പെടുന്ന ആ സ്ഥാപനത്തിൽ അവിടേക്ക് പഠനത്തിൻ്റെ ഉള്ള സാഹചര്യം ഒരുക്കി ജർമ്മൻ ഭാഷ പഠിച്ച് അതിനുശേഷം ജർമ്മനിയിൽ അവിടെ പഠനം തുടർന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം, കുടുംബത്തിൽ തന്നെ അതിനുള്ള കാര്യങ്ങളൊരു കുഞ്ഞിനുള്ളൊരു സഹായമാണ് ആദ്യത്തെ പരിപാടി. രണ്ടാമത്തത് നമ്മുടെ ഇടവകയിൽ, എൻ്റെ പിതാവിൻ്റെ 40 വർഷത്തോളം മൽമായ സൂക്ഷണ പ്രവർത്തിച്ച ഇടവകയിൽ, ആ ഇടവകയിലെ ഒരു അംഗത്തിന് നമ്മൾ കൈത്താങ്ങാകുക, ആവുന്നിടത്തോളം ചെയ്യാവുന്നിടത്തോളം അതിനുള്ള സാധ്യമാകുന്നിടത്തോളം കാര്യം നമ്മൾ ചെയ്യാമെന്നുള്ള കരുത്തോടു കൂടി കാലായിൽ MT അയ്പിന് ഇനിയും നമുക്കറിയാം സ്ട്രോക്ക് വന്ന് തളർന്ന് ഇരിക്കുകയാണ്. ആ സമയത്ത് ചികിത്സാ സഹായം ഇനിയും അന്ത്യം വരെയും എന്നിവരെ തുടർന്നു. അന്നൊരു എല്ലാ മാസവും ഒരു നിശ്ചിത തുക അദ്ദേഹത്തിന് നൽകുന്ന ഒരു കാര്യമാണ് രണ്ടാമത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എൻ്റെ ചുറ്റുപാട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ദർശിച്ച് നമ്മുടെ പ്രിയപ്പെട്ട വർഗീസ് മാമൻ കാണുകയും അങ്ങനെ മുണ്ടിപ്പള്ളി താമസിക്കുന്ന KP ജോസ്, ഞാനൊക്കെ യുവനസംഘത്തിലുള്ളപ്പോൾ നമ്മോടൊപ്പം ഒന്നിച്ച് ആ ഇടവേഗയിൽ ഞങ്ങൾ ഒന്നിച്ച് യുവനസംഘത്തിൽ പ്രവർത്തിച്ചാണ്. പ്രിയപ്പെട്ട KP ജോസും പറഞ്ഞു ഇതുപോലെ വീട് പൂർത്തീകരിക്കാൻ നിയർലിയായി 1 ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ട ജോസ് പറഞ്ഞു അതുകൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കയറി താമസിക്കാൻ കൂരയാകും. അങ്ങനെ ജോസിനോട് പറഞ്ഞ് 1 ലക്ഷം രൂപയുടെ സഹായം ജോസിനായിട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോസിനോട് വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഇത് നൽകുന്നതിനായിട്ട് പ്രിയപ്പെട്ട വർഗീസ് മാമൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോസോട് എത്തിയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. തുടർന്ന് പറയാൻ നമ്മുടെ ബിനി വർഗീസ് അച്ഛൻ, ഞങ്ങളും സുഹൃത്തുക്കളാണ്, സഹകാലീനരാണ്, സമകാലീനാണ്. കോളേജിൽ പഠിച്ചപ്പോൾ അച്ഛൻ ഉണ്ടായി എൻ്റെ ഇടവാംഗത്തിന് രാജമ്മ വിവാഹ സഹായത്തിനായിട്ട് നോക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട രാജമ്മയ്ക്കും അച്ഛൻ പറഞ്ഞു ചെയ്യാവുന്നതിൽ ചാരിറ്റി ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞനുസരിച്ചിട്ട് 50,000 രൂപയുടെ ഒരു വിവാഹ സഹായം വിളിക്കുന്നു. ബിനുവച്ചനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അച്ഛാ പ്ലീസ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടു ജോലിക്ക് നിൽക്കുന്ന ഒരാളായ നമ്മുടെ പൗലോസ്, പണ്ട് എൻ്റെ കുഞ്ഞുകാലത്തൊക്കെ ഞാനവിടെ വീട്ടിലുള്ള പനിവാർമുള്ള പൗലോസിൻ്റെ മകൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവധിക്ക് വന്നപ്പോൾ യാദൃശ്യം കിഡ്നി തകരാറിലായി ഡയാലിസിനായിട്ട് ബുദ്ധിമുട്ടുന്ന കാര്യം പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കിഡ്നി ഡയാലിസിനുള്ള ഇനിയും ലൈഫ് ടൈം മുഴുവൻ എല്ലാ മാസവും ഒരു നിശ്ചിത തുക നൽകി കിഡ്നി ഡയാലിസിന് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്തു വരുന്ന ഡയാലിസിന് പോകേണ്ട ഇവിടെ എത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെയുള്ളത് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഗാന്ധി ഭവനുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ന് നമ്മളുടെ വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മളിവിടെ കഴിക്കുന്നു. നമ്മളെല്ലാവരും ഇവിടെ സന്തോഷിക്കുന്നു, ഇവിടെ വരുന്നു, കൂടുന്നു. അതേസമയം തന്നെ നമ്മളോട് ആലോചിക്കുമ്പോൾ ഇപ്പോൾ 1500 ഇൻമേറ്റ്സ് ഉള്ള ഗാന്ധി ഭവനിലെ എല്ലാ അംഗങ്ങൾക്കും അവിടുത്തെ ജോലിക്കാർക്കും ഈ പിതാവിൻ്റെ വകയുള്ള ഭക്ഷണം ഇന്നവിടെ ഈ സമയത്തും നൽകിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഞാൻ ജോലി ചെയ്യുന്നത് UK എൻ്റെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള ബാക്കിയുള്ള സാമൂഹിക വിഷയങ്ങളും അധികരിച്ചുകൊണ്ടുള്ളൊരു യൂട്യൂബ് ചാനൽ കുര്യൻ സ്റ്റോക്സ്, അതും ഈ സമയത്ത് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോഴുള്ള ഡോക്യുമെൻ്ററിയുടെ പേര് നമ്മൾ റിവീൽ ചെയ്തു, എ ഹ്യൂമൻ ആൻഡ് ഹിസ് സ്റ്റോറീസ്. പിതാവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ മൈഗ്രേഷനും മറ്റുള്ള സാമൂഹിക പ്രശ്നങ്ങളും അഗ്രികൾച്ചർ പ്രശ്നങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഡോക്യുമെൻ്ററി അന്താരാഷ്ട്ര തലത്തിൽ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ നയിക്കുന്നതിനുള്ള ഒരു നിർമ്മാണം പകുതി വഴി എത്തിക്കഴിഞ്ഞ് 2 വർഷമായി എൻ്റെ പിന്നിലാണ്. ഈ 2026 മെയ് മാസത്തിന് മുമ്പായിട്ട് അതും
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള മത്സരങ്ങൾ കായ്ക്കത്ത രീതിയിൽ അതും അണിയറയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഷെയ്ൻ രാജനും അവരൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. എല്ലാവരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് 2 വാക്ക് ആശംസ പറയാനായിട്ട് നമ്മുടെ ഇവിടെ ചെയർമാൻ വർഗീസ് മാമൻ സാറിനെ ക്ഷണിക്കുന്നു. സന്ധ്യയ്ക്കെന്തിന് സിന്ദൂരം, കാട്ടാറിനെന്തിന് പാദസരം, ഇനിയും തങ്കച്ചായൻ എന്തിനൊരാശംസ എന്ന് നിങ്ങൾക്കും തോന്നും. തങ്കച്ചായ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കുടുംബവുമായി എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലുള്ള ബന്ധമാണ്. ബിജോ എനിക്ക് സഹോദര സ്ഥാനീനാണ്. അതിലുപരി തങ്കച്ചായൻ്റെ സഹോദരി കുഞ്ഞന്നാമ്മ ടീച്ചർ, പ്രിയ ഭർത്താവ് MC കുര്യൻ സാർ എന്നെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആക്കിയെടുത്ത 2 അധ്യാപക ദമ്പതികളാണ്. എത്രയോ നന്മകളാണ് ഈ അപ്പച്ചൻ്റെ 90-ാം വയസ്സിൽ മക്കൾ സമൂഹത്തിന് ചെയ്യുന്നത്. അപ്പന്മാരെയും അമ്മമാരെയും വൃദ്ധസദനത്തിലാക്കുന്ന ലോകത്ത് വ്യത്യസ്തരായി നിന്നുകൊണ്ട് ഇന്നിവിടെ നടത്തിയ ചാരിറ്റി പ്രവർത്തനം, നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ജീവിത യാഥാർത്ഥ്യത്തിലൂടെ അവർ വിശുദ്ധ വേദപുസ്തക സത്യത്തെ അന്വർത്ഥമാക്കുകയാണ്. ദൈവം കൊടുത്ത നല്ല അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പങ്കിടുവാൻ പിൻതലമുറയ്ക്ക് തുടർന്നും കഴിയട്ടെ. തങ്കച്ചായനും പ്രിയ അമ്മാമയ്ക്കും ദൈവം ദീർഘായുസ് നൽകട്ടെ. ഈ പരിപാടി ഇത്ര ഭംഗിയായി സംഘടിപ്പിച്ച കുടുംബാംഗങ്ങളെയും, പ്രത്യേകിച്ച് മധ്യകേരളത്തിലെ ക്രിസ്തീയ കുടുംബങ്ങളിൽ കൊച്ചിയിൽ കുടുംബം അതിൻ്റെ മുൻപന്തിയിൽ അതിൻ്റെ സവിശേഷത കൊണ്ടും പാരമ്പര്യം കൊണ്ടും അർത്ഥം കൊണ്ടും നിൽക്കുന്ന ആ വലിയ കുടുംബാംഗങ്ങൾക്കും എല്ലാ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ കോൺഗ്രസിൻ്റെ UK പ്രസിഡന്റ് ഷൈനുവിനെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ്. വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആദ്യം തന്നെ IOC UK നാമത്തിൽ പ്രിയപ്പെട്ട അപ്പച്ചന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചത്, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ പറഞ്ഞുവെങ്കിലും എന്നെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ദുബായ്, ഷാർജ, UK റെസ്റ്റോറൻറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞെങ്കിലും അതിനോടൊപ്പം തന്നെ എനിക്ക് വളരെ അഭിമാനപരമായി ഞാൻ ചെയ്യുന്ന ഒരു ജോലിയുടെ കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞങ്ങൾ 3 കെയർ ഹോം, അപ്പം നിങ്ങൾക്കറിയാമായിരിക്കും ഒരുപക്ഷെ UK നഴ്സിംഗ് ഹോം, കെയർ ഹോം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓൾഡ് ഏജ് ഹോമിന് തുല്യമായ രീതിയിലുള്ള ഒരു പ്രസ്ഥാനമാണ്. എങ്കിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് എന്ന് മാത്രമേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എനിക്കൊരു 100ഓളം മലയാളി കുട്ടികളുണ്ട്. അവരോട് ഞാൻ പറയാറുള്ള ഒരു വാക്കാണ്, നിങ്ങളുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും നിങ്ങൾ എങ്ങനെ നോക്കാൻ ആഗ്രഹിക്കുന്നോ അതുപോലെ ഇവരെയും നോക്കണമെന്ന്. UK മറ്റോ നിങ്ങൾക്കറിയാം, 18 വയസ്സ് കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് ലൈഫായി, അവർക്ക് പേരൻസിനോട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. പിന്നീട് അവരുടെ ജീവിതകാലം എന്ന് പറയുന്നത് ഈ പറയുന്ന കെയർ ഹോമുകളിൽ അവർ വന്ന് സ്പെൻഡ് ചെയ്യുകയാണ്. പിന്നീട് അവരവിടുന്ന് പോകുന്നത് ഒരുപക്ഷെ മരണത്തോടു കൂടിയായിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ സുഹൃത്ത് ബിജോ, UK ബിജോയും അവരുടെ സഹോദരങ്ങളും ഇങ്ങനെയുള്ള നല്ല നല്ല പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്യുന്നത് വഴി നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയായി തീരുകയാണ്. അതുപോലെ തന്നെ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം നോക്കിയ ഈ ഒരു ബുക്ക്, നവതിയുടെ നിറവിൽ ഹൃദയപൂർവ്വം തങ്കച്ചൻ എന്നെഴുതിയതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ കുര്യൻസ് നവതി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് കണ്ടു. എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. കാരണം ഞാൻ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ട്രസ്റ്റിയാണ്. UK ബ്രിട്ടീഷ് മലയാളി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഡാഡിയും മമ്മിയും മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഞാൻ എൻ്റെ തറവാട് വീട് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വർക്കും ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു പ്രവർത്തികളാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത്. നവതി ചാരിറ്റബിൾ ട്രസ്റ്റ്, അതായത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇവിടെ തീരുന്നില്ല, ഇതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ്. പല ആൾക്കാർക്കും ഇതുകൊണ്ട് ഉപകാരം കിട്ടുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ 15,000 അടി മേലിൽ നിന്നും സ്കൈ ഡൈവിങ് 3 പ്രാവശ്യം ചെയ്തതാണ്. അത് നമ്മുടെ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റബേക്ക അമ്മച്ചി ഒരു നേഴ്സായിരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ അഭിമാനം തോന്നി. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തറവാട്ടിലാണല്ലോ എന്നൊരു അഭിമാനമാണ് എനിക്കും തോന്നിയത്. UK ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 2002 ജീവിക്കാൻ തുടങ്ങിയതാണ്. UK പോലും ഞാൻ എല്ലാ മാസവും തന്നെ ഇവിടെ നാട്ടിലെത്താറുണ്ട്, ഇവിടുത്തെ ഓരോ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തക എന്നതിൽ കൂടുതലായിട്ട് ഞാൻ ചാരിറ്റി എൻ്റെ ഒരു
പാഷനായിട്ടും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ടും കരുതുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മംഗളം ന്യൂസ് പേപ്പർ തന്ന സോഷ്യൽ സർവീസിൻ്റെ അവാർഡ് മേടിക്കാൻ ഞാൻ ലണ്ടനിൽ നിന്നും ഡൽഹി വന്നപ്പോഴാണ് ബിജോ എന്നോട് ഈ കാര്യം പറയുന്നത്. ചേച്ചി, ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ചേച്ചിക്ക് വരാൻ പറ്റുമോ എന്ന്. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, എനിക്കിങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ വരാൻ പറ്റുന്നതിൽ തീർച്ചയായിട്ടും വരുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഇനി ദീർഘിപ്പിക്കുന്നില്ല. അച്ചായന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ഞങ്ങൾ UK പ്രവാസി മക്കളുടെ പേരിൽ നേരുന്നു. ഇനിയും അച്ചായന് ഇതുപോലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ മക്കൾക്കും കൊച്ചുമക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.